ഹാളണ്ടിന്റെ ചിഹ്നം വെളിയിൽ ചുന്നഭിന്നമായ കാനറിപ്പടകൾ. വിഷം കീഴടക്കാൻ വന്ന കാനറിപ്പടകളെ ക്വാർട്ടറിലേക്ക് നോവേ തീർത്ത് നോർവേ. കായിക കളിക്കളം ഏറ്റവും മനോഹരമാകുന്ന ഒരു പോരാട്ടത്തിന് ഇന്നലെ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ചുവടുകളിൽ ചടുലത തീർത്ത് കായിക കളിക്കളത്തിൽ ചാഞ്ഞാടി ചെരിഞ്ഞാടി നിന്നാടിയാടി പിന്നെ ആർഭാടമായിട്ട് ആടിത്തീർത്തപ്പോൾ ഹാളണ്ട് എന്ന കായിക കരുപ്പന്റെ മായാജാലങ്ങൾ കണ്ട് ബ്രസീലിയൻ പട തന്നെ വിറങ്ങലിച്ചു. പോരാട്ടത്തിനിറങ്ങിയ സമയത്ത് ഒരു പോർക്കാളക്കൂട്ടങ്ങൾക്കിടയിലെ ഏറ്റവും മികച്ച കളമെന്തെന്ന് അറിഞ്ഞു കളിച്ചു. പിന്നീട് വിജയത്തിന്റെ പേര് മുടക്കി കായിക കളിക്കളത്തിൽ ആവേശത്തിന്റെ ആർപ്പുവിളികൾ ഉയർത്തിയ ഒറ്റക്കൊമ്പൻ ഹാളണ്ട്. ആഹാ, ഹാളണ്ട് 76-ാം മിനിറ്റ് വരെ ഏറെ ത്രില്ലിംഗ് നൽകിയ മത്സരം. ഒടുവിൽ 76-ാം മിനിറ്റിൽ നോർവേയുടെ വൈക്കിംഗ് ആയ കായിക കരുത്തൻ ഹാളണ്ടിൽ കൂടി ആദ്യ ഗോൾ പിറന്നു. വന്ന പന്തിനെ തലയിൽ തട്ടിയെടുത്ത് പിന്നീട് ഗോൾ വല കത്തിച്ചവൻ കായിക കരുത്ത് തെളിയിച്ച നേരത്ത് ആവേശത്തിന്റെ അലമുറകളാൽ ഒരു സ്റ്റേഡിയം തന്നെ ഇളകി മറഞ്ഞു. തുടർന്ന് 90-ാമത് മിനിറ്റിൽ ഇടങ്കാലിൽ ഇടതടവില്ലാതെ ഈറ്റപ്പുലിയുടെ കായിക കരുത്തും ആർജിച്ചവൻ ഊർജത്തോടെ ഒരൊറ്റയടി അങ്ങ് ഗോൾ പോസ്റ്റിലേക്ക്. അവിടം കൂടി 2 ഗോളുകളിൽ നോർവേയുടെ പട്ടയോട്ടം കുതിക്കുകയാണ്. ഒരു ഗാലറിയിൽ ശബ്ദമുഖരിതമാകുന്ന നേരങ്ങൾ സൃഷ്ടിച്ച് പിന്നീട് വിജയക്കുതിപ്പിൽ ഏറ്റവും മനോഹരമായിട്ട് ആടിത്തീർത്തു ഹാളണ്ട്. 2 ഗോളുകൾക്ക് ശേഷം ലോകകപ്പിൽ മെസ്സിക്കും എംബാപ്പയ്ക്കുമൊപ്പം 7 എന്ന മികവിൽ ഹാളണ്ടും എത്തിച്ചേരുന്നു. കായിക കളിക്കളത്തിൽ ഒരു അമാനുഷിക ശക്തി വീണ്ടും പിറക്കുന്നു എന്നതാണ് കാഴ്ച. ഈ കളവും നിറഞ്ഞു കളിച്ചാൽ ഒരൊറ്റക്കൊമ്പന്റെ കായിക മികവുമായിട്ട് അവൻ താണ്ഡവനാട്ടനം തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു തീയായി, തീ പിന്നീട് തീക്കനലായി, ആ കനൽ പിന്നീട് കായിക കളിക്കളത്തെ തന്നെ കത്തിക്കാൻ കൽപ്പുള്ള പട്ടയോട്ട വീര്യത്തിന്റെ അഴകുമായിട്ട് അവൻ കളം നിറഞ്ഞേ കളിക്കുകയാണ്.